വെറും 7 അടി മാത്രം നീളമുള്ള ആ കുഞ്ഞു ബോട്ടിൽ അയാൾ ഒറ്റപ്പെട്ടിട്ട് 1 വർഷത്തിലധികം പിന്നിട്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ തിക്കറിയാതെ അയാൾ പസഫിക് സമുദ്രത്തിലൂടെ ഒഴുകി നടന്നു. പലപ്പോഴും അയാൾ ചിന്തിച്ചിട്ടുണ്ട് ആത്മഹത്യയിലൂടെ എല്ലാം അവസാനിപ്പിച്ചേക്കാമെന്ന്. പക്ഷേ ആരെങ്കിലും എന്നെങ്കിലും തന്നെ കണ്ടെത്തുമെന്ന പ്രതീക്ഷ അയാളെ മുന്നോട്ട് തന്നെ നയിച്ചു. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 438 ദിവസം പസഫിക് സമുദ്രത്തിൽ ഒറ്റപ്പെട്ടു പോയ അൽവരിങ്കയുടെ അതിജീവനത്തിൻ്റെ അത്ഭുത കഥയിലേക്കാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്സൽവർ. സംഭവം നടക്കുന്നത് 2012 നവംബർ 17-ാം തീയതിയാണ്. മെക്സിക്കോക്കാരനായിട്ടുള്ള അൽവരിങ്കക്ക് അദ്ദേഹത്തിൻ്റെ ബോസിൽ നിന്നും ഒരു കോൾ വരുന്നു. ഇന്ന് കാലാവസ്ഥ അത്യാവശ്യം തരക്കേടില്ല, അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകാമെന്ന് ആയിരുന്നു ആ ഒരു കോളിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള കടലിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്ന അൽവരിങ്ക എന്ന മീൻപിടുത്തക്കാരൻ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സഹായി കൂടെ ഉണ്ടാവാറുണ്ട്. എന്നാൽ അന്നേ ദിവസം ചില അസൗകര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ച് ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് ആരോഗ്യവാനായൊരു ചെറുപ്പക്കാരൻ ആ തീരത്ത് നിൽക്കുന്നത് അൽവരിങ്ക ശ്രദ്ധിക്കുന്നത്. 24 വയസ്സ് പ്രായമുള്ള കൊർഡോബ എന്ന യുവാവായിരുന്നു അത്. അൽവരിങ്ക നേരെ കൊർഡോബയുടെ അടുത്ത് ചെന്ന് തൻ്റെ കൂടെ മത്സ്യബന്ധനത്തിന് പോരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേ ദിവസം ആദ്യമായി കൊർഡോബയും അൽവരിങ്കയും സംസാരിക്കുന്നത്. താൻ വരാമെന്ന് കൊർഡോബ സമ്മതം മൂളിയതോടുകൂടി തന്നെ മത്സ്യബന്ധനത്തിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവരിരുവരും ചേർന്ന് നടത്തുകയാണ്. തീരത്തോട് ചേർന്ന് ഏറെക്കുറെ 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മത്സ്യബന്ധനമാണ് അവരിരുവരും ചേർന്ന് പ്ലാൻ ചെയ്തത്. ഇതത്ര കൂടുതൽ ദൈർഘ്യമുള്ളൊരു യാത്ര അല്ല എന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള എക്യുപ്മെൻസ് ഒന്നും അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന എക്യുപ്മെൻസ് കൂടുതലായിട്ട് അവർ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കോസ്റ്റ് അസൽ എന്നു പേരുള്ള സ്ഥലത്ത് നിന്നും അവർ അവരുടെ മത്സ്യബന്ധനം ആരംഭിക്കുകയാണ്. അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. അവരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ വെറും 7 അടി മാത്രം നീളമുള്ള മേൽക്കൂരയില്ലാത്ത ഒരേ ഒരു മോട്ടറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ബോട്ടിലാണ് അവരിരുവരും ചേർന്ന് അവരുടെ മത്സ്യബന്ധനം നടത്താൻ ആരംഭിച്ചത്. പിടിക്കുന്ന മത്സ്യങ്ങളെ ഇട്ടുവെക്കാൻ വേണ്ടി ചെറിയൊരു ഫ്രിഡ്ജ് അല്ലെങ്കിൽ ചെറിയൊരു ഫ്രീസർ കൂടെ അതിനകത്തുണ്ട്. അതേപോലെ തന്നെ കരയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റേഡിയോയും വാട്ടർ പ്രൂഫ് അല്ലാത്തൊരു GPS സംവിധാനവും ആ കുഞ്ഞു ബോട്ടിലുണ്ടായിരുന്നു. ഈ ഒരു റേഡിയോയുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ദൈർഘ്യമുള്ള യാത്രയാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് ചാർജൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏറെക്കുറെ 50% ചാർജ് മാത്രമേ ആ ഒരു റേഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ബോട്ടിൽ ഘടിപ്പിച്ചിട്ടുള്ള മോട്ടോർ പ്രവർത്തിക്കാൻ ആരംഭിച്ചതോടുകൂടി തന്നെ തീരത്തു നിന്നും അവരുടെ ആ ഒരു ബോട്ട് അകന്നകന്ന് പോവാൻ ആരംഭിക്കുകയും അൽവരിങ്ക എന്ന മീൻപിടുത്തക്കാരൻ തൻ്റെ മത്സ്യബന്ധനത്തിലേക്ക് പ്രവേശിക്കുകയും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയ കൊർഡോബ എന്ന യുവാവ് അയാളെ സഹായിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ മുമ്പോട്ട് പോവുകയാണ്. പതിവിലും വിപരീതമായിട്ട് അന്നേ ദിവസം അവർക്ക് ധാരാളം മത്സ്യം ലഭിക്കുകയാണ്. ഇരുട്ട് പതിയെ കൂടി വരാൻ ആരംഭിക്കുമ്പോൾ അവർ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ട് ശക്തമായ മഴ പെയ്യുകയും കാറ്റ് വീശാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഏറെക്കുറെ പുലർച്ചെ 1 മണിയാവുമ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടി വരികയും അതൊരു കൊടുങ്കാറ്റായി രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ്. ആ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് ആ കുഞ്ഞു ബോട്ട് ആടിയുലാൻ ആരംഭിക്കുന്നു. തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ആദ്യമായാണ് ഇത്രയും ശക്തമായൊരു കൊടുങ്കാറ്റിൽ അൽവരിങ്ക അകപ്പെടുന്നത്. അയാൾ ആകെ കൂടെ ഭയന്ന് വിറച്ചു. കടലിൽ പോയി കൂടുതൽ അനുഭവസമ്പത്തില്ലാത്ത കൊർഡോബയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ. ആ ഒരു ബോട്ട് കടലിൽ മറിയാതിരിക്കാൻ വേണ്ടി അതിലുള്ള ഭാരമുള്ള വസ്തുക്കളെല്ലാം അവരിരുവരും ചേർന്ന് കടലിലേക്ക് ഇടാൻ ആരംഭിക്കുകയാണ്. ആ കൂട്ടത്തിൽ അന്നേ ദിവസം മുഴുവൻ അവർ കഷ്ടപ്പെട്ടു പിടിച്ച മത്സ്യങ്ങളുണ്ടായിരുന്നു. അവയെ പിടിക്കാൻ ഉപയോഗിച്ച വലയുണ്ടായിരുന്നു. മോട്ടോർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തുഴയാൻ ഉപയോഗിക്കുന്ന വടിയുണ്ടായിരുന്നു. ഇതെല്ലാം അവർ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കടലിലേക്ക് എടുത്തേറുകയാണ്. അങ്ങനെ ഭീതിജനകമായിട്ടുള്ള മണിക്കൂറുകൾ പതിയെ കടന്നു പോവുകയാണ്. ഏറെക്കുറെ 6 മണിക്കൂറോളം അവർ ആ കൊടുങ്കാറ്റിൽപ്പെട്ട് ആടിയുലയുകയാണ്. അങ്ങനെ പുലർച്ചെ 7 മണിയാകുമ്പോൾ പതിയെ കാറ്റിൻ്റെ തീവ്രത കുറയുകയും
പതിയെല്ലാം പഴയ രീതിയിലേക്ക് മാറി വരികയും ചെയ്യുകയാണ്. തങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അവർക്കിരുവർക്കും യാതൊരു പിടിയുമില്ലായിരുന്നു. പക്ഷേ അവർ ചുറ്റും നോക്കിയപ്പോൾ ആശ്വാസജനകമായിട്ടുള്ള ഒരു കാഴ്ച അവർക്ക് കാണാൻ സാധിച്ചു. ദൂരെയായിട്ട് അവർക്ക് ചില മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും അൽവരിങ്കയ്ക്ക് മനസ്സിലായി തങ്ങൾ ഉൾക്കടലിലേക്ക് പോയിട്ടില്ല, ഇപ്പോഴും തീരത്തോട് ചേർന്ന് നിന്നിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് തങ്ങളുള്ളത്. അതിനാൽ തുടർന്ന് തന്നെ കരയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി അവരാരംഭിക്കുകയാണ്. പക്ഷെ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ട് പോലും അവർക്ക് ആ മോട്ടോർ വീണ്ടും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അത് കേടുവന്ന് പോയിരിക്കുന്നു. പിന്നീട് അവർ ചിന്തിച്ചത് മോട്ടോർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ തുഴയാൻ ഉപയോഗിക്കുന്ന വടിയെക്കുറിച്ചായിരുന്നു. പക്ഷേ അതിനോടകം തന്നെ ബോട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ആ ഒരു വടി അവർ കടലിലേക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് റേഡിയോ സംവിധാനം ഉപയോഗിച്ച് തൻ്റെ ബോസിനെ കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ അൽവരിങ്ക ആരംഭിക്കുകയാണ്. ഏതാനും സമയത്തെ ശ്രമങ്ങൾക്കൊടുവിൽ അയാൾക്ക് അതിന് സാധിക്കുകയും ചെയ്തു. ബോസ് ആദ്യം തന്നെ ചോദിച്ചത് നിങ്ങളുടെ സ്ഥാനം GPS നോക്കി പറഞ്ഞു തരൂ എന്നതായിരുന്നു. പക്ഷേ അതിനോടകം തന്നെ വെള്ളം നിറഞ്ഞ GPS സംവിധാനം പൂർണ്ണമായും തകരാറിലായിരുന്നു. നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ നിങ്ങളെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് ബോസ് ആ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അൽവരിങ്കയും കൊർഡോബയും അവരുടെ ബോസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് കരയിലേക്ക് അവർ തുഴയാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ കാലാവസ്ഥ വീണ്ടും അവർക്കിടയിലേക്ക് ഒരു വില്ലനായി തന്നെ കടന്നു വന്നു. കരയിൽ നിന്നുള്ള ശക്തമായ കാറ്റ് ബോട്ടിനെ ഉൾക്കടലിലേക്ക് നീക്കിക്കൊണ്ടേയിരുന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും ആ മലനിരകൾ പതിയെ മാഞ്ഞു തുടങ്ങി. മുമ്പ് അവർ ഉണ്ടായിരുന്നത് കരയിൽ നിന്നും ഏറെക്കുറെ 24 കിലോമീറ്റർ അകലത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ അതിൽ നിന്നും ഒരുപാട് അകലത്തിലാണുള്ളത്. ഇതിനോടകം തന്നെ അൽവരിങ്കയുടെ ബോസ് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ നടത്താൻ ആരംഭിക്കുന്നു. പക്ഷേ അവർക്കൊരിക്കലും അൽവരിങ്കയെയും കൊർഡോബയെയും അവർ സഞ്ചരിച്ച ആ ഒരു കുഞ്ഞു ബോട്ടിനെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതിനോടകം തന്നെ അവർ പസഫിക് സമുദ്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഒഴുകി പോയി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും ഒരുപാട് സമയം പിന്നിടുമ്പോൾ അൽവരിങ്കയുടെയും കൊർഡോബയുടെയും കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും തീരുകയും വിശപ്പ് അവരെ വേട്ടയാടാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു അവസരത്തിൽ മത്സ്യത്തെ പിടിച്ച് ഭക്ഷിച്ച് വിശപ്പടക്കാമെന്നവർ ചിന്തിക്കുന്നുണ്ട്. എങ്കിലും മത്സ്യങ്ങളെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വല അവർ മുമ്പേ തന്നെ കടലിൽ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടെ വളരെയധികം പരിചയസമ്പത്തുള്ള അൽവരിങ്ക കൈകൾ കൊണ്ട് മത്സ്യത്തെ പിടിക്കാൻ ആരംഭിക്കുകയും അവർ ആ മത്സ്യങ്ങൾ കഴിച്ചുകൊണ്ട് അവരുടെ വിശപ്പകറ്റാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് ചുറ്റും ധാരാളം വെള്ളമുണ്ട്. എങ്കിലും കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് വേണ്ടി അവർ ആദ്യമൊക്കെ ചെയ്തിരുന്നത് കടലിലൂടെ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളെടുത്ത് അതിൽ മഴവെള്ളം ശേഖരിച്ച് കുടിക്കുക എന്നതായിരുന്നു. വീണ്ടും മണിക്കൂറുകളും ദിവസങ്ങളും കടന്നു പോവുകയാണ്. പതിയെ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ പൂർണ്ണമായിട്ട് തീർന്നു തുടങ്ങുമ്പോൾ പിന്നീട് അവരാശ്രയിച്ചത് കടലിൽ നിന്നും പിടികൂടുന്ന ആമകളുടെ രക്തവും അവരുടെ സ്വന്തം മൂത്രവും തന്നെയായിരുന്നു. ഇവയെല്ലാം കഴിച്ച് കടലിൽ നിന്നും പിടിക്കുന്ന പച്ച മത്സ്യവും ആമയുടെ രക്തവും അവരുടെ തന്നെ മൂത്രം കുടിച്ച് അവർ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ഇപ്പോഴും അവരിരുവരും ചിന്തിക്കുന്നത് ആരെങ്കിലുമൊക്കെ തങ്ങളെ കാണും, തങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് തന്നെയാണ്. പക്ഷെ ഒരിക്കലും ആ ഒരു കാര്യം അവിടെ സംഭവിച്ചില്ല. വീണ്ടും ഒരുപാട് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അൽവരിങ്ക പലതും പറഞ്ഞ് കൊർഡോബ എന്ന ചെറുപ്പക്കാരനെ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്നാൽ ഏറെക്കുറെ 4 മാസങ്ങളാകുമ്പോഴേക്ക് അയാളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാൻ ആരംഭിക്കുകയും പതിയെ അയാളെ രോഗങ്ങൾ പിടികൂടാൻ ആരംഭിക്കുകയും ഏറ്റവും ഒടുവിൽ അയാൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അൽവരിങ്കയുടെ ഒരു മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കണം. ചുറ്റും കടൽ മാത്രമേ ഉള്ളൂ. സംസാരിക്കാനും സഹായത്തിനുമൊക്കെ ആകെ കൂടി കൊർഡോബ എന്ന ചെറുപ്പക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അയാളും മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും അൽവരിങ്കയ്ക്ക് ഉൾക്കൊള്ളാൻ കൊള്ളുന്ന ഒരു കാര്യമായിരുന്നില്ല. അതിനാൽ തന്നെ മരണപ്പെട്ടിട്ട് പോലും ഏറെക്കുറെ 6 ദിവസങ്ങളോളം അൽവരിങ്ക കൊർഡോബയുടെ ശരീരം ആ കുഞ്ഞു ബോട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ആ ഒരു മൃതശരീരം ചീഞ്ഞളിയുന്നതിന് മുമ്പ് ആരെങ്കിലും തങ്ങളെ രക്ഷിക്കുമെന്ന് ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെയാവണം അയാൾ അങ്ങനെ ചെയ്തത്. എന്നാൽ അയാളുടെ പ്രതീക്ഷയും പതിയെ മങ്ങിത്തുടങ്ങുകയാണ്. 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ മൃതശരീരം ചീഞ്ഞളിയാൻ ആരംഭിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അൽവരിങ്ക കൊർഡോബയുടെ മൃതശരീരം പസഫിക് സമുദ്രത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. വീണ്ടും ദിവസങ്ങൾ ഒരുപാട് കടന്നു പോവുകയാണ്. ഈ ഒരു അവസരങ്ങളിലെല്ലാം ജീവൻ നിലനിർത്താൻ വേണ്ടി അയാൾ കഴിച്ചിരുന്നത് പച്ച മത്സ്യത്തെ തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വളരെയധികം ആശ്വാസം ജനിപ്പിക്കുന്ന ഒരു കാര്യമെന്നോണം അയാളുടെ കണ്ണിൽ ഒരു കാഴ്ച തെളിഞ്ഞു വരികയാണ്. വിദൂരതയിൽ വളരെ വലിയൊരു കാർഗോ ഷിപ്പ് കടന്നു പോകുന്നു.
അത് കണ്ട ഉടനെ തന്നെ അയാളിൽ വളരെയധികം സന്തോഷവും സമാധാനവും പ്രതീക്ഷയുമെല്ലാം ജനിക്കുകയാണ്. അയാൾ ആർത്ത് വിളിക്കുകയാണ് ഒരു കപ്പലിനെയൊക്കെ അതിലുള്ള ആരെങ്കിലും തന്നെ രക്ഷപ്പെടുത്തുമെന്ന് പ്രതീക്ഷയിൽ. പക്ഷെ അയാൾ എത്രയൊക്കെ അലറി വിളിച്ചിട്ട് പോലും ആ പടുകൂറ്റൻ കപ്പലിൽ നിന്നുള്ള ആരും ആ ഒരു കുഞ്ഞു ബോട്ടിനെയും അൽവരിങ്കയെയും ശ്രദ്ധിച്ചില്ല. ആ ഒരു പടുകൂറ്റൻ കപ്പൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തെ നോക്കി മുമ്പോട്ട് തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അൽവരിങ്കയുടെ കണ്ണുകളിൽ നിന്നും ആ ഒരു കപ്പൽ എന്നേക്കുമായി മാഞ്ഞു പോവുകയും ചെയ്തു. ഇതെല്ലാം ആയതോടുകൂടി തന്നെ അയാളുടെ പ്രതീക്ഷ വീണ്ടും വീണ്ടും കെട്ട് തുടങ്ങാൻ ആരംഭിക്കുകയും ആത്മഹത്യയെക്കുറിച്ച് അൽവരിങ്ക കാര്യമായി തന്നെ ചിന്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ഒരിക്കലും തോറ്റുകൊടുക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാൾ പ്രതീക്ഷയോടെ തന്നെ വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി കിട്ടിയതെല്ലാം ഭക്ഷിച്ച് മൂത്രവും പല മത്സ്യങ്ങളുടെയും ആമകളുടെയും എല്ലാം രക്തവും കുടിച്ച് അയാൾ വീണ്ടും ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. താൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് അയാൾക്ക് യാതൊരു പിടിയുമില്ലായിരുന്നു. കാറ്റിനനുസരിച്ച് പസഫിക്കിൻ്റെ മടിത്തട്ടിലൂടെ അയാൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അയാൾക്ക് വിദൂരതയിൽ ഒരുപാട് തെങ്ങുകൾ കാണാൻ സാധിക്കുകയാണ്. അയാൾക്ക് തൻ്റെ കണ്ണിന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല. അതെ, 438 ദിവസം കൊണ്ട് 11,000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ അൽവരിങ്ക കരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇബോൺ അയോൾ എന്നു പേരുള്ളൊരു ദ്വീപിലാണ് അൽവരിങ്ക എത്തിയിട്ടുള്ളത്. ഈ ഒരു ദ്വീപെങ്ങാനും അയാൾ മിസ്സായിരുന്നുവെങ്കിൽ വീണ്ടും 240 ദിവസങ്ങൾ കൂടി സഞ്ചരിച്ചാൽ മാത്രമേ തൊട്ടടുത്ത കരപ്രദേശമായ ഫിലിപ്പീൻസിലേക്ക് അയാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നുള്ളൂ. സന്തോഷം കൊണ്ട് മനസ്സും കണ്ണും നിറഞ്ഞുപോയ അയാൾ അവിടെ മുഴുവനും ഓടി നടക്കാൻ ആരംഭിക്കുകയും ആ ഒരു ദ്വീപിനകത്ത് ജനവാസമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് നേരത്തെ തിരച്ചിലിനൊടുവിൽ അയാൾക്കൊരു ചെറിയ വീട് കാണാൻ സാധിക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അയാൾ അങ്ങോട്ട് ഓടിച്ചെല്ലുകയും ആ ഒരു വീടിൻ്റെ അടഞ്ഞുകിടക്കുന്ന കതകിൽ തട്ടാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. 438 ദിവസം കടലിൽ ഒറ്റപ്പെട്ടതിന് ശേഷം അൽവരിങ്ക തിരിച്ചെത്തിയത് വളരെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു. കാരണം ഇത്തരമൊരു ചെറിയൊരു ബോട്ടിൽ ആരും തന്നെ ഇത്രയും കാലം കടലിൽ അതിജീവിച്ചിട്ടില്ല. ഇതിനോടകം തന്നെ അൽവരിങ്കയുടെ മാനസികാവസ്ഥ ആകെ കൂടി താളം തെറ്റിയിട്ടുണ്ടായിരുന്നു. ഏതാനും നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അയാൾ പതിയെ തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഇതിനോടകം തന്നെ കൊർഡോബയുടെ മൃതശരീരം അൽവരിങ്ക ഭക്ഷിച്ചിരിക്കാമെന്ന പേരിൽ കൊർഡോബയുടെ കുടുംബക്കാർ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കടലിൽ ഒറ്റപ്പെട്ട് ഭക്ഷിക്കാൻ മറ്റൊന്നും ലഭിക്കാതെ വരുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്തിരിക്കാമെന്ന സാധ്യതകളുണ്ട് എന്നതുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേസ് കോടതിയിലെത്തിയപ്പോൾ മതിയായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ലാത്തതിനാൽ തന്നെ അൽവരിങ്കയെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അൽവരിങ്ക ഹോസ്പിറ്റൽ വാസം വെടിഞ്ഞതിനു ശേഷവും ഇദ്ദേഹത്തിൻ്റെ മാനസിക നില പൂർണ്ണമായും വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം 1 വർഷത്തോളം കടൽ മാത്രമാണ് കണ്ടിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന് വെള്ളം കാണുന്നത് തന്നെ പേടിയായിരുന്നു. പല ഉറക്കത്തിലും ഇദ്ദേഹം ഞെട്ടി എണീറ്റിട്ടുണ്ട്. എന്തായാലും കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കുറേ അസുഖങ്ങൾക്കെല്ലാം മാറ്റം വരുന്നുണ്ട്. പക്ഷെ കടൽ കാണുന്നത് പിന്നീടും ജീവിതത്തിൻ്റെ പല കാലഘട്ടത്തിലും ഇദ്ദേഹത്തിന് പേടിയുള്ള കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അൽവരിങ്ക കരയിൽ തിരിച്ചെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ 2015 നവംബർ 17 ജോനാഥൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പുസ്തകം എഴുതുകയാണ്. അൽവരിങ്കയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി അൽവരിങ്ക കടലിൽ ചിലവഴിച്ച സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ആ പുസ്തകം എഴുതുന്നത്. അൽവരിങ്കയോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയതെല്ലാം. ആ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെയായിരുന്നു: ആൻ എക്സ്ട്രാ ഓർഡിനറി ട്രൂ സ്റ്റോറി ഓഫ് സർവൈവൽ അറ്റ് സീ എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിലാണ് നമ്മൾ മുകളിൽ പറഞ്ഞ ഇസക്കേൽ കൊർഡോബയുടെ ശവശരീരത്തിന് 6 ദിവസത്തോളം ജോസ് അൽവരിങ്ക കാവൽ നിന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. എന്തായാലും ജോസ് അൽവരിങ്കയുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു സംഭവ കഥയാണെന്നുള്ളത് മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ബൈ.